morning. Good morning. Okay, okay. Nivitya, Kavya, Divya. Okay, okay. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന ഒരു മിനിറ്റ്. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ? ഒന്ന് നോക്കി. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ആണല്ലേ? യെസ്, ഓക്കെ. അപ്പോ നമ്മള് ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞല്ലേ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ എല്ലാവരും കയറി ചെയ്തല്ലേ അല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കണ്ടു. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പേപ്പറിലെ മൊഡ്യൂൾ 1-ലെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. 8ാമത്തെ ചാപ്റ്റർ ആണ്. ആദ്യം പറയട്ടെ, എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓരോ മിസ്സുമാർ വന്നപ്പോ പറഞ്ഞല്ലോ നമുക്ക് 4 മൊഡ്യൂളാണ്, അതായത് 4 പേപ്പറാണ്. അപ്പൊ ഓരോ നിങ്ങൾക്ക് ടീച്ചേഴ്സ് അത് ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരാൾക്ക് തന്നെ ഇത്രയും 52 ചാപ്റ്റേഴ്സ് ഇല്ലേ നിങ്ങൾക്ക്, അപ്പൊ അത് ഫുൾ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ ടീച്ചേഴ്സും ഓരോ മൊഡ്യൂളുകൾ അതിലെ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാം വരുമ്പോൾ ഒരുമിച്ചാണ് എല്ലാവർക്കിടെയും കൂടി കേട്ടോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിലായി ഓൾറെഡി നിങ്ങൾക്ക് ഇന്നലെയൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് വന്നല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സിന്റെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊക്കെ ടീച്ചർ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്യുക. എക്സാമിന്റെ സമയത്ത് നമുക്ക് റിവിഷൻ ചെയ്യാം, സമയത്തിനനുസരിച്ച് റിവിഷൻ ചെയ്ത് തരാം. അപ്പൊ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. അത് 8ാമത്തെ ചാപ്റ്റർ 8 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവായ്കയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ കുറച്ച് കുട്ടികളെ ഇവിടെ ലൈവിൽ കയറുന്നുള്ളൂ, കുറെ ഒത്തിരി കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ട്. അവർക്കൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ആവുമല്ലോ നമ്മുടെ സംഭാഷണം, അതുകൊണ്ടാണ് ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത്. എന്ന് കരുതി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലേ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് തമ്പിടുക, ഓക്കെ ആണെന്നോ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ പോകാം. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്രയും എടുത്ത അത്രയും ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച അത്രയും നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് എക്സാമിനും അതിൽ നിന്നൊക്കെ മോക്ക് ടെസ്റ്റിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ആദ്യത്തെ ക്ലാസ് തുടങ്ങി പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ എടുക്കുന്ന ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ നിങ്ങളോട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാൻ പറയും. അപ്പൊ അതൊരു എല്ലാവരും ടെക്സ്റ്റ് തന്നെ എടുത്ത് വെച്ചേക്കുക കേട്ടോ. ടെക്സ്റ്റ് എടുത്ത് വെക്കുക, ഒരു പെൻസിലോ പേനയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ ഇടുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ എന്റെ ക്ലാസ്. അപ്പൊ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ തന്നെ അങ്ങനെയല്ലേ ചെയ്യുന്നേ അല്ലേ? ടീച്ചേഴ്സ് പറയാറില്ലേ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കണം. ടെക്സ്റ്റ് കിട്ടിയില്ല അല്ലെ? അടുത്ത ദിവസങ്ങളിലായിട്ട് കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവരും ടെക്സ്റ്റ് എടുത്ത് വെക്കുക. അപ്പൊ ഇല്ലാത്തവരും എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ക്ലാസ്സിൽ കയറിയിട്ട് ഉള്ളവരുണ്ടാവും, അമ്മമാരുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, ഓഫീസിൽ നിന്ന് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും, അങ്ങനെ പല ഇതിനകത്തുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ പറയാ ഗ്യാപ്പ് ഇട്ട് കയറിയവർക്കൊക്കെ 1-2 ക്ലാസ് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ഒപ്പം തന്നെ ആയിക്കോളും. പിന്നെ എന്തെങ്കിലും എല്ലാവരും ഒരേ ഇതല്ലല്ലോ, നമുക്ക് +2 ആണ് ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ്സിന്റെ മീനിങ് അറിയില്ലെങ്കിൽ മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ ടെക്സ്റ്റ് ആണ്, നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു വെക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കാം. അപ്പൊ നമുക്ക് എക്സാം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. റിവിഷൻ വരുമ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് അവസാനം വരുമ്പോൾ നമുക്ക് വായിക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അന്ന് എടുക്കുന്ന ക്ലാസ് അന്ന് തന്നെ കിടക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും വായിച്ചു
വെക്കണം. പിന്നെ നമ്മൾ തരുന്ന 5 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അത് കറക്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ആ 2 കാര്യങ്ങളും ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവായിക്കുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, അപ്പൊ 8ാമത്തെ ചാപ്റ്റർ ആണ്. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് ഒന്ന് തുറന്നു വെക്കുക. ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തേക്കുന്നു, നോക്കാം കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഫ്രണ്ട് ഓഫീസ് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചെല്ലുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ആദ്യം ചെല്ലുന്ന ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ നേരെ ചെല്ലുമ്പോ തന്നെ നമ്മൾ ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടി ഡോക്ടറിന്റെ മുറിയിലേക്ക് കയറുവാണോ? ആദ്യം എവിടെയാ നമ്മൾ ചെല്ലുന്നത്? ഫ്രണ്ട് ഓഫീസിലാണ് ചെല്ലുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലെ? നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഏത് ഡോക്ടറെ കാണണ്ടേ രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് ഈ ഫ്രണ്ട് ഓഫീസിന് പറയുന്ന മറ്റൊരു പേരാണ് റിസപ്ഷൻ ഏരിയ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്, റിസപ്ഷൻ ഏരിയ. RECEPTION, റിസപ്ഷൻ ഏരിയ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ, അവിടുത്തെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞ എന്താ? പ്രവർത്തനങ്ങൾ അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങള്, അവിടുത്തെ ധർമ്മങ്ങള്, ഫങ്ഷൻസ്. വർക്ക് ഫ്ലോ, അവിടുത്തെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചെല്ലുന്ന ഏരിയയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഫ്ലോ നോക്കി. ആദ്യം തന്നെ ഇവിടെ ഒരു കോട്സ് ആട്ടോ കൊടുത്തേക്കുന്നത്, ഒന്ന് വായിച്ചു നോക്കിയത്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താണ് അതിന്റെ മീനിങ്? വോയിസ് കുറവാണോ? സൗണ്ട് കുറവാണോ? എന്തെങ്കിലും നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എനിക്ക് ഒരു നോർമല്, എനിക്ക് നല്ലൊരു സൗണ്ട് ഉള്ള ഒരാളാണ്. നമ്മളിങ്ങനെ, നിങ്ങൾക്ക് അറിയാലോ, ടീച്ചിങ്ങിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തെടുത്ത് തന്നെ നമുക്ക് ഓൾറെഡി സൗണ്ട് കൂടും അല്ലേ? വീട്ടിലാണെങ്കിൽ എല്ലാവരും പറയണേ ഭയങ്കര സൗണ്ടാന്നാ പറയണേ. അപ്പൊ ഞാൻ പറയും, അയ്യോ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മളിങ്ങനെ ക്ലാസ് എടുത്തെടുത്തേ നമുക്ക് നോർമലി ആ സൗണ്ട് തന്നെ വരും. ക്ലിയർ ആണ് അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ആ കോഴ്സിൽ? അവിടെ എന്താണെന്നെങ്കിൽ കസ്റ്റമേഴ്സ് ആർ കിങ്. കസ്റ്റമർ എന്ന് പറയുന്നത് കിങ് ആണ്, രാജാക്കന്മാരാണെന്ന്. കസ്റ്റമർ, അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ കസ്റ്റമർ ആരാ? പേഷ്യൻസ് അല്ലേ? വെരി ഗുഡ്. ആരാണ്? പേഷ്യൻസ് ആണ് അവിടെ കസ്റ്റമേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞേക്ക് നോക്കിയേ, കസ്റ്റമർ എന്ന് പറയുന്നത് രാജാക്കന്മാരെ പോലെയാണ്. ആൻഡ് കിങ്സ്, ആ രാജാക്കന്മാരെ നോക്കിയേ, നെവർ അൺഅറ്റൻഡഡ്, അവരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. അതാണ് ആ കോഴ്സിന്റെ മീനിങ് പറഞ്ഞേക്കുന്നത്. കസ്റ്റമർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്, ആ രാജാക്കന്മാരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ഓക്കെ, നെവർ അൺഅറ്റൻഡഡ്. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും എനിക്കൊരു വലിയ കുറേ എന്തെങ്കിലും പൈസ ഉണ്ട്, ഞാനൊരു വലിയ ഹോസ്പിറ്റലിലൊക്കെ അവിടെ ഉണ്ടാക്കി. അപ്പൊ കുറെ സ്റ്റാഫിനെയൊക്കെ നിർത്തി. അപ്പൊ അവിടെ പേഷ്യൻസ് ഇല്ലെങ്കിലോ? പേഷ്യൻസ് ഇല്ല. പേഷ്യൻസ് ഇല്ലാതെ അത് ഹോസ്പിറ്റലിൽ വിജയമാകോ? അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കോ? അപ്പൊ അവിടെ ആരാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? പേഷ്യൻസിന് തന്നെയല്ലേ പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ടേ അല്ലെ? ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മൾ ചെന്നു, നിങ്ങൾക്ക് പറയാം, നമ്മൾ ചെല്ലുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുക, നമ്മള് പരിഗണിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എന്നാലേ നമ്മൾ വീണ്ടും അവിടെ പോവുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ, നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ആ വരുന്ന പേഷ്യൻസിനെ നന്നായിട്ട് എന്ത് ചെയ്യണം? കെയർ കൊടുക്കണം അല്ലെ? അവരെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം, ശ്രദ്ധിക്കണം. ഇപ്പൊ മറ്റുള്ള ബിസിനസ് ഇതിനകത്ത് പറയുകയാണെങ്കിലും അവിടെയും ആ ബിസിനസിന്റെ വിജയത്തിന്റെ പിന്നിൽ ആരാ? കസ്റ്റമേഴ്സ് തന്നെയല്ലേ? അല്ലേ? കസ്റ്റമർ ചെന്നില്ല എങ്കിൽ അത് വിജയിക്കോ? ഇല്ല. ഒരു ഷോപ്പ് തുടങ്ങി, അവിടെ കസ്റ്റമേഴ്സ് ആരും വരുന്നില്ല, ഷോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടച്ചു പൂട്ടേണ്ടി വരും. അപ്പൊ ഇതിപ്പോ നമ്മുടെ ജനറൽ ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കോഴ്സ് ആണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്? പേഷ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം, അവരെ പരിഗണിക്കാതെ ഇരിക്കരുത്. മീനിങ് മനസ്സിലായില്ലേ? കോഴ്സിന്റെ 2 ഇതായിട്ട് പറഞ്ഞേക്കുന്നത്. നോക്കിയ പാരഗ്രാഫ് നോക്കിയേ. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ. അറിയില്ലാത്തൊരു മീനിങ് ഒന്ന് എഴുതി വെച്ചോട്ടോ. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായ.
അനിവാര്യമായ ഒരു ഭാഗമാണെന്ന്. ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അനിവാര്യമായ ഭാഗമാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരും ടെക്സ്റ്റിൽ കേട്ടോ. Dash is an inevitable part of a well-functioning of healthcare team. ആരാണ്? ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഭാഗം, പാർട്ട് എന്ന് പറയുന്നത് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist. Okay, ഡോക്ടർമാര്, നേഴ്സുമാര്, മറ്റുള്ള മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള സ്റ്റാഫുകള്, സ്റ്റാഫ് മെമ്പേഴ്സ്, ഇവരെല്ലാവരും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആരെ ഡിപ്പെൻഡ് ചെയ്തേ? ഡിപ്പെൻഡ് അപ്പോൺ ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി, സൗഹൃദപരമായിട്ടുള്ള, വെൽക്കമിങ്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന, അല്ലെ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ആറ്റ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ്. എന്തിനാണ് നോക്കിയേ? ആർക്കെങ്കിലും വോയിസ് കട്ട് ആവുന്നുണ്ടോ? സീന അവിടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ചിലർക്ക് ചിലപ്പോ നമ്മൾ ഒത്തിരി ദൂരേക്കല്ലേ ഇരിക്കുന്നേ, നെറ്റിന്റെ വല്ല പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോ ഒരു പേഷ്യൻസിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അവർക്ക് വേണ്ടിയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, നല്ല സംഘടിതമായി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് നിർമ്മിക്കാൻ, ഫ്രണ്ട് ഓഫീസിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാനായിട്ട് ഡോക്ടർമാരും നേഴ്സുമാരും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തേ? പേഷ്യൻസിന് വേണ്ടിയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെ? ആൻഡ് അതിന്റെ ഒപ്പം നോക്കിയേ, ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾക്കും വേണ്ടി, അല്ലെ? അതായത് ഇപ്പൊ ഫ്രണ്ടില് ആദ്യം നമ്മൾ ചെല്ലുന്നത്, പേഷ്യൻസ് ആദ്യം ചെല്ലുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവിടെ ഇപ്പൊ ഞാൻ അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഞാൻ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വരുന്ന പേഷ്യൻസിനോടൊക്കെ നല്ലോണം ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും എന്ത് പറയാ? എന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ കേറിയ കുട്ടികളാണോന്ന് അറിയില്ല. എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. നമ്മൾ എടുക്കുന്നത് 8ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാൻ അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് ആണ്. ഞാൻ നല്ല രീതിയിലൊക്കെ അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വരൂലേ? നമ്മൾ പറയൂലേ, ആ ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടെ നല്ല ഇതാട്ടോ, നല്ല കെയറിങ് ആണ്, നമുക്ക് നല്ല പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്, അല്ലേ? നമ്മള് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ ഒരു ഇത് വരുമ്പോ ഓൾറെഡി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും, ഫാമിലിയോട് പറയും. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അപ്പൊ ആർക്കടയിലാ ഇരിക്കണേ? ഹോസ്പിറ്റലിൽ ഇങ്ങനെ പേഷ്യൻസ് ഒക്കെ വന്നത് ആർക്കടയിലായിരിക്കണേ? ആർക്കടയാ? ആ റിസപ്ഷനിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണേ, അല്ലെ? അപ്പൊ അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ഈ ഡോക്ടർമാരും നേഴ്സുമാരും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ ഈ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അവർക്കുടെ കയ്യിലല്ലേ ഇരിക്കണേ? ആദ്യം അവർക്കുടെ കയ്യിലാ പേഷ്യൻസിന് കിട്ടുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ നോക്കുന്നത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുന്നേ, അല്ലെ? കിട്ടിയില്ലേ? ആ സെന്റൻസിന്റെ മീനിങ് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസിനായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരു വെൽക്കമിങ് ആയിട്ടുള്ള, നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് കൊടുക്കാൻ. അതുപോലെ ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയും മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസും കൂടി. ഫ്രണ്ട്ലി, വെൽക്കമിങ്, വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസിന്, പിന്നെ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ.
ലക്ഷ്മി ഇപ്പൊ കേറിയുള്ളൂ? ലക്ഷ്മി അതാണോ? അതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പൊ ഇരിക്കുന്ന ക്ലാസ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് ഇനിയും പറയുമ്പോ എന്താ പറയുക, ഒരു റിപ്പീറ്റേഷൻ വീണ്ടും വരൂല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞോളൂ. അതിൽ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞു. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലെ, നമുക്ക് അല്ലെങ്കിൽ വെൽ ഫങ്ഷനിങ് ഓഫ് ഹെൽത്ത് കെയർ ടീം, അതിന് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അനിവാര്യമായ ഭാഗമാണ്. ഡോക്ടർമാരും നഴ്സുമാരും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ ഈ റിസപ്ഷനിസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ പേഷ്യൻസിനായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് കേട്ടോ. പ്രിൻസിപ്പൽ ഫങ്ഷൻസ്: the need for professionally trained hospital front office executives. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യകത എന്താണ്? എങ്ങനെയുള്ളത്? പ്രൊഫഷണലി ട്രെയിൻഡ്. കണ്ടോ? പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യകത എന്താണ്? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. അവർക്കിടെ ഒരു നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെ, ട്രെയിനിങ് വേണ്ടേ? അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. നമ്മൾ വരുന്ന പേഷ്യൻസിനെ ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ ആവശ്യകത എന്താണ്? അതാണ് ഹെഡിങ് കേട്ടോ. Okay, different from other service industry, the hospital is where the people come to visit when either or their close ones are unwell. അല്ലെ, മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായി ഹോസ്പിറ്റലിലേക്ക് ആളുകൾ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാ? വിസിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ചുമ്മാ ഒരു പാർക്കിൽ പോണോ അല്ല ബീച്ചിൽ പോണോ അല്ല അങ്ങനെയാണോ നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ? എന്താവശ്യത്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ? എന്തിനു വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യില്ലേ? വെൻ ഐദർ ഓർ ദെയർ ക്ലോസ് വൺസ് ആർ അൺവെൽ. ഒന്നില്ലെങ്കിൽ നമുക്ക് അസുഖം വല്ല അല്ലേ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും മരുന്ന് മേടിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കണ്ടെങ്കിലും പോകൂലേ? നിങ്ങൾ പോകൂലേ അവരൊന്ന് കാണാനായിട്ട്? വയ്യാന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു, ചിലപ്പോൾ കുറെ ബൈസ്റ്റാൻഡർ ആയിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ അങ്ങനെ ആ ഒരു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത്. അല്ലേ? നമുക്കൊന്നെങ്കിൽ മരുന്ന് മേടിക്കാൻ, നമുക്ക് അസുഖം വരുമ്പോൾ പോവും. അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവര് സുഖമില്ലാതെ കിടക്കുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. It make the people come to the hospital. അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരാണ് നോക്കിയേ? ഇംപേഷ്യന്റ്. ഇംപേഷ്യന്റ് എന്ന് പറഞ്ഞ അക്ഷമര്. എഴുതി വെച്ചോട്ടോ, അറിയില്ലാത്തവര് മലയാളം ഒന്ന് നോട്ട് ചെയ്തോ. ഇംപേഷ്യന്റ് അക്ഷമരായിട്ടുള്ളവര്. ആൻഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാംക്ഷ നിറഞ്ഞവരായിരിക്കും. ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ. അല്ലെ, നമുക്കൊരു ടെൻഷൻ അല്ലേ? അയ്യോ, നമുക്ക് വയ്യാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ പെട്ടെന്ന് ഡോക്ടറെ കാണണം, മരുന്ന് മേടിക്കണം, ആ ഒരു ചിന്തയായിരിക്കും നമുക്ക്. അല്ലെ, നമുക്ക് ക്ഷമയുണ്ടോ? ഒരു 100 പേര് അവിടെ ഉണ്ടെങ്കിൽ 101ാമത്തെ ആണ് നമുക്ക് നമ്പർ കിട്ടണമെങ്കിൽ 100 പേര് നോക്കണ വരെ നിൽക്കാൻ നമുക്ക് ഇതുണ്ടോ? നിങ്ങളെല്ലാവരും നമ്മള് ക്യൂ നിൽക്കാറുണ്ടല്ലോ. നമ്മള് ചീട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കൂലേ? നമ്മുടെ ആയോ അത് നമുക്കൊന്ന് കയറാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കും. അല്ലെ, സ്വാഭാവികമല്ല അത്. അപ്പൊ അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആളുകൾ എങ്ങനെയാണ്? അവര് അക്ഷമരായിരിക്കും. അല്ലെ, ഒരു ക്ഷമയില്ല. അവിടെ ഇവിടെ ഇരിപ്പറക്കൂല. കുറച്ചു നേരം പോയി നടക്കും, എന്നിട്ട് പിന്നെ വന്നിരിക്കും. അല്ലെ, പെട്ടെന്ന് ഡോക്ടറെ കാണണം, അതാണ് നമ്മുടെ ചിന്ത. അല്ലേ? അങ്ങനെയില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തീരെ വയ്യ അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ നമ്മളെന്താ അയ്യോ എനിക്ക് എന്തായിരിക്കും അസുഖം, ഇനി ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് എന്തായിരിക്കും പറയുന്നേ, അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ? ചെറിയൊരു വയറുവേദനയായിട്ട് ചെന്നു, അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വയറ്റിന്റെ അകത്ത് വേറെ എന്തെങ്കിലും അസുഖമാണോ, അയ്യോ ഡോക്ടർ ഇനി സ്കാൻ ചെയ്യാൻ പറയോ, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ആയിരിക്കും നമുക്ക്. അപ്പൊ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെല്ലുന്ന പേഷ്യൻസ് അക്ഷമരും ആകാംക്ഷ നിറഞ്ഞവരും ജിജ്ഞാസയുള്ളവരുമായിരിക്കും. അല്ലേ? Here come to the importance or necessary of handling such patients or their family members with more professionalism, sympathy, empathy and courtesy.
following all hospital operations protocol. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിരിക്കണം, അല്ലെ? നമ്മൾ സാധാരണ പോലെ ആവരുത്, കുറച്ചും കൂടി പ്രൊഫഷണലിസം ആയിരിക്കണം. പ്രൊഫഷണൽ ആയിട്ട്, ഒരു തൊഴിൽപരമായിട്ട്, അല്ലെങ്കിൽ അത് അവരുടെ വർക്കിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു മൈൻഡിലായിരിക്കണം. അവരോട് സിമ്പതി ആയിട്ട്, സഹതാപം, സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? സഹതാപത്തോടു കൂടി, അല്ലെ? എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, അല്ലെ? അവരോടൊരു സഹാനുഭൂതി കാണിക്കണ്ട. അയ്യോ പാവം വയ്യ, നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം, പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് കാണാനുള്ളത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്കൊരു സഹതാപം വേണം. അല്ലാതെ ഒരു കരുണ്യയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് റിസപ്ഷൻ ആയിട്ട് ഇരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യമുള്ള ഒരാളെ കൊണ്ടൊന്നും ഇരുത്താൻ പറ്റൂല, അല്ലേ? വരുന്ന പേഷ്യൻസിനോട് എങ്ങനെയൊക്കെ കാണിക്കണം? എങ്ങനെ ഒരു നല്ലൊരു സിമ്പതിയോടുകൂടി, എംപതി, സഹാനുഭൂതിയോടുകൂടി, കേഴ്സി, അവരോട് എങ്ങനെയാ മര്യാദയോടുകൂടി പെരുമാറണം. മര്യാദ വേണ്ടേ? ഒരു മര്യാദ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി പണിയാക്കാൻ പറയൂല്ലേ, നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും, അങ്ങനെയല്ലേ? അപ്പൊ എന്താ പറയാ, ഇങ്ങനെ വരുന്ന, അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ്, ഇങ്ങനെ ആകാംക്ഷ നിറഞ്ഞ് അക്ഷമരായിട്ട് വരുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ വേണം? ആ റിസപ്ഷനിസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം? കുറച്ചും കൂടി പ്രൊഫഷണലിസം ആയിട്ട്, സിമ്പതിയോടുകൂടി, എമ്പതിയോടുകൂടി, കേഴ്സി, മര്യാദയോട് കൂടിയൊക്കെ, ആൻഡ് ഫോളോയിങ് ഓൾ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പ്രോട്ടോകോൾ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രോട്ടോകോളുകളും, പ്രവർത്തനപരമായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നോക്കിയേ. This is a department of the hospital which directly make the contact with the patient where they first arrive. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് dash is a department, അങ്ങനെയായിരുന്നു അവിടെ ക്വസ്റ്റ്യൻ കിടന്നേ. എന്താണ് നോക്കിയേ? ഫ്രണ്ട് ഓഫീസ് is a department of the hospital which directly make contact with the patients where they first arrive. അപ്പൊ പേഷ്യൻസ് ആദ്യമായി ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് ആദ്യമായി ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്? ഏതായാലും അവിടെ ഇരുന്ന് പറഞ്ഞോ, ഫ്രണ്ട് ഓഫീസ്, അല്ലെ? ഫ്രണ്ട് ഓഫ്, കാവ്യ പറഞ്ഞില്ല, കാവ്യ ഇവിടെ എന്താ പറയാ, വീഡിയോ ഓൺ ആക്കി വെച്ചോണ്ട് എനിക്ക് കാണാൻ പറ്റും. വീഡിയോ ഓൺ ആക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, വീഡിയോ ഓഫ് ചെയ്തിട്ടോ കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പം കടിച്ചു വിട്ടാൽ മതി, എനിക്ക് ഓക്കെയാണ്, ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ഫേസ് എന്തായാലും. ഓക്കെ, പേരുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ പോലും ഓരോ കുട്ടികളെയും നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ, എക്സാമിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം, അതാണ് ഫ്രണ്ട് ഓഫീസ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. The staff of this department are directly family members. ഈ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് എങ്ങനെയായിരിക്കണം? സ്റ്റാഫ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിരിക്കണം? ആരെ പോലെ ആയിരിക്കണം? ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്തോ? ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വരുമ്പോ നമ്മളൊരു ഇതൊക്കെ കാണിക്കില്ല അവരോട്, ഫാമിലി മെമ്പേഴ്സ് ആവുമ്പോ അതുപോലെ എല്ലാവരോടും അങ്ങനെയായിരിക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നല്ല രീതിയിലൊക്കെ അവരോട് പെരുമാറണം. Its function as a central point of contact across the organization. ഇത് ഓർഗനൈസേഷനിലുടനീളമുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സെൻട്രൽ പോയിന്റ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുക, അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോണെങ്കിലും, എവിടെ നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചെയ്യണം, ഫാർമസിന്ന് മരുന്ന് മേടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യണമെങ്കിലും അതിന്റെ കേന്ദ്രമാരാ? സെൻട്രൽ പോയിന്റ് എവിടെയാ? ആദ്യം ചെല്ലുന്നത് നമ്മള്, അല്ലെ? അവിടെ നമ്മൾ റിസപ്ഷനിൽ ചെന്ന് ചീട്ടൊക്കെ എടുത്തിട്ട് വേണ്ടി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകാൻ, അല്ലെ? എന്ത് പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടേ? അപ്പൊ അതിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ആണ്. ഇറ്റ്സ് ഫംഗ്ഷൻ ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ, അങ്ങനെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ.
അതായത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലണം അല്ലെ, എന്നിട്ട് വേണം ഏത് സെക്ഷനിലേക്കോ ഏത് കാര്യങ്ങൾക്ക് നമുക്ക് പോകാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളുടെയും ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The department maintain information and records of all the patients of the hospital. Underline ചെയ്തിട്ടോ. ഈ ഡിപ്പാർട്ട്മെന്റ് എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാ പേഷ്യൻസ്, ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള അവർക്കുടെ വിവരങ്ങള് അല്ലെ, എല്ലാ വിവരങ്ങളും ഒക്കെ അതിന്റെയൊക്കെ റെക്കോർഡുകള് ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തേ. The department maintain information and records. എല്ലാ വിവരങ്ങളും ഉണ്ടല്ലേ. ഏത് പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിലും നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ചെന്നാൽ മതി. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കിടക്കുന്നുണ്ട്, നമുക്ക് എവിടെ കിടക്കണേന്ന് അറിയില്ല, നമ്മൾ ചെന്ന പേരും അഡ്രസ്സും പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പൊ തന്നെ പറയൂലേ ഇന്ന റൂമിലാണ്. പറയാറില്ല നിങ്ങളോട്? എന്താ, ആ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അവിടെ. അവിടെ നിന്നാണ് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ലെ. അതാണ് എന്താ പറഞ്ഞേക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ്. എല്ലാ വിവരങ്ങളും എല്ലാ റെക്കോർഡുകളും ഏത് ആരെ കുറിച്ചുള്ളത്? ഓൾ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും റെക്കോർഡുകളും ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ അത് നിലനിർത്തുന്നു അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. നോക്കി അതെന്താ പറഞ്ഞേക്കുന്നേ? ഇറ്റ് ഓൾസോ പ്ലേ. ഇതെന്താണ്? ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടെന്ന് ഇവർക്ക്. It also play an important role എന്തിന്? In forming overall impression. ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് ഫ്രണ്ട് ഓഫീസിന്. കണ്ടോ? ഇംപ്രഷൻ ഓഫ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഇംപ്രഷൻ ഉണ്ടാകുന്നതിന്, ഫോം ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ഫ്രണ്ട് ഓഫീസില്. അതിന് ഫ്രണ്ട് ഓഫീസിന് അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ അവര് നമ്മളോട് എങ്ങനെ ഡീൽ ചെയ്യുന്നു, അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു മതിപ്പ് കിട്ടൂലേ? ഇല്ലേ? ഇല്ലേ? നമ്മളിപ്പോ ചെല്ലുകയാണ്, ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുക, അവിടെ നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട എല്ലാം ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച്, അവിടുത്തെ സർവീസുകളെ കുറിച്ച് ഒരു ഇംപ്രഷൻ കിട്ടൂലേ? കൊള്ളാം. അപ്പൊ തന്നെ നമുക്ക് തോന്നൂലേ കൊള്ളാം, നല്ല സർവീസ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം അല്ലെ? ആദ്യം തന്നെ നമ്മൾ ചെന്ന് നമ്മൾ ഫസ്റ്റ് അവിടെ റിസപ്ഷനിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ കോൺടാക്ട് ചെയ്യുമ്പോ എന്താ പറയാ, അവിടുത്തെ പെരുമാറ്റ രീതികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ കിട്ടൂലേ? അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നൂലേ കൊള്ളാട്ടോ, ഹോസ്പിറ്റൽ കൊള്ളാം, നല്ല ഇതാണ്, നല്ല സർവീസ് ഒക്കെയാണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്, നല്ല കെയറിങ് തരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഇംപ്രഷൻ അല്ലെ? ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലുള്ള ഒരു ഓവറോൾ മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാകുന്നതിന് ഈ ഒരു പ്രധാനപ്പെട്ട റോള് ഫ്രണ്ട് ഓഫീസിനുണ്ട്. അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ പാരഗ്രാഫ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. Okay, next നോക്കിയേ. The front desk position. The front desk position is often the first person that the patients or their well-wishers interact while contacting with the hospital. Okay, front desk position. അതായത് ഹോസ്പിറ്റലുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അല്ലെ, പേഷ്യൻസോ അവരുടെ നമുക്ക് വെൽ വിഷേഴ്സ് അല്ലെ, അവരെ വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അഭ്യുതകാംക്ഷികൾ അല്ലെ, അവരെ കുറിച്ച് ടെൻഷനുള്ള ആളുകള് അല്ലെ, അല്ലെങ്കിൽ അവരുടെ വെൽ വിഷേഴ്സ്, അവരൊക്കെ ആദ്യം ഫസ്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന പേഴ്സൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അതായത് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് ആണ് കേട്ടോ. അത്
ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അവിടെ ഇരിക്കുന്ന ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. ആ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ആണ് നമ്മുടെ പേഷ്യൻസോ അല്ലെങ്കിൽ അവർക്കുടെ വെൽവിഷേഴ്സോ ഹോസ്പിറ്റലില് ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. That she is often the first person that the patient or their well-wishers interact while contacting with the hospital. കിട്ടിയോ? സെന്റൻസ് കിട്ടിയോ? ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ വെൽവിഷേഴ്സോ ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ഫസ്റ്റ് പേഴ്സൺ who is ആരാണ്? ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അണ്ടർലൈൻ ചെയ്തോ? പ്രീത ഇവിടെ വീഡിയോ ഓൺ ആക്കിയോണ്ടാട്ടോ ഞാൻ ജസ്റ്റ് പ്രീതയിലെന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അവിടെ ആരായിരിക്കുന്നത്? റിസപ്ഷനിസ്റ്റ്. ഓക്കെ, റിസപ്ഷനിസ്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. റിസപ്ഷനിസ്റ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ആണ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓപ്ഷൻസ് ഒക്കെ വേറെ വേറെ മറിഞ്ഞു കിടക്കും. കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നമുക്ക് ഓൾറെഡി അവിടെ ആൻസറുകൾ ഉണ്ട് 4 ഓപ്ഷൻ ആയിട്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ ആൻസർ ആയിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നോക്കിയേ. സോ they are essentially the face and the voice of the hospital. അണ്ടർലൈൻ ചെയ്തിട്ടെ. അതുകൊണ്ട് അവരാരാണ്? ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത് എസെൻഷ്യലി ദ ഫേസ്, മുഖമാണ്, ശബ്ദമാണ്. ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ് അല്ലെ? ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്കുടെ ഫേസിൽ നിന്ന് അല്ലെങ്കിൽ അവര് പറയുന്ന ആ കാര്യങ്ങളിൽ നിന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നേ അവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഫേസും വോയിസും ആരാ? the front desk position. Okay, underline ചെയ്തിട്ടോ കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട്. who is the face and voice of the hospital? ഹോസ്പിറ്റലിലെ ഫേസും വോയിസും എന്നറിയപ്പെടുന്നത് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ആണ്. ഓക്കെ, for this reason, ഈ കാരണങ്ങൾ കൊണ്ട് they play an important role in the representing the organization. ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ആ ഒരു സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഈ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത് അതിനകത്ത്? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറഞ്ഞ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ വെൽവിഷേഴ്സോ കോണ്ടാക്ട് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫേസുമാണ്, വോയിസുമാണ്, മുഖവും ശബ്ദവുമാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ. എന്തിനെ? ഇൻ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ അല്ലെ? അതായത് വരുമ്പോ അവരെങ്ങനെ പെരുമാറുന്നേ അതനുസരിച്ചാണ് അല്ലെ നമ്മൾ ആ ഒരു സ്ഥാപനത്തെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സർവീസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഇപ്പൊ നിങ്ങളുടെ എങ്ങനെ പെരുമാറ്റം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ അത് വിലയിരുത്തുന്നത് അല്ലെ? അപ്പൊ ഒരാൾക്കടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവിടത്തെ അല്ലെ? ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു, നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന ആ ഒരു ഏരിയ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പിന്നെ ബാക്കി വീട്ടിലെ മുറികളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നിങ്ങൾ വീട് നീറ്റായിട്ട് സൂക്ഷിക്കുന്നവരാണോ, ഇതൊക്കെ നമുക്ക് ആ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ അറിയാൻ പറ്റൂലേ? നമ്മൾ കേട്ടില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെ കേട്ടിട്ടുണ്ടോ അല്ലെ? അതായത് ആദ്യം നമ്മൾ ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസ് ആണ്, അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. അവിടെ നല്ല കാര്യങ്ങൾ പക്ക നമ്മൾ പറയില്ലേ, നല്ല ഇതാണെങ്കിൽ അല്ലെ, നല്ല ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ മൊത്തം നമുക്കൊരു വിലയിരുത്തൽ കിട്ടും അല്ലെ? ഇതാണ് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ക്ലിയർ ആയില്ല? അത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടില്ലേ? ആരാണ്? ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സ്. നമ്മൾ പലതിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലെ? പല സാധനങ്ങളും നമ്മൾ വാങ്ങാറുണ്ട്. നമ്മളൊരു ഷോപ്പിൽ പോയാൽ നമ്മൾ കസ്റ്റമർ അല്ലേ?
ആ ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ആരാ? കസ്റ്റമർ ആണ്. അവിടത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞ ആരാണ്? ഉപഭോക്താക്കൾ അല്ലെ? A customer is referred to an individual or household that purchase goods and services generated within the economy. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എക്കണോമി എന്ന് പറഞ്ഞ സമ്പദ് വ്യവസ്ഥ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ, നമ്മൾ കടയിൽ പോയി എന്തെങ്കിലും സാധനങ്ങളായിരിക്കും മേടിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനമാണോ? സർവീസ് ആണ്, ഒരു സേവനമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേത്? Customer is referred to an individual or household that purchase goods and services generated within the economy. അല്ലെ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാട്ടോ മീനിങ്. ഒരു കൂട്ടം ആളുകൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ വ്യക്തിയെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. The word is historically derived from custom. അപ്പൊ ഈ കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്, ഉത്ഭവിച്ചിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? കസ്റ്റം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തോ. The word customer is historically derived from dash. ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്ന വേർഡ്? ഏതാണ്? കസ്റ്റം. CUSTOM. അണ്ടർലൈൻ ചെയ്തേ, കസ്റ്റം. ടെക്സ്റ്റ് ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാട്ടോ. കസ്റ്റമർ എന്നിട്ടിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് കസ്റ്റം എന്ന് എഴുതി വെച്ചാൽ മതി. ആ കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. വാട്ട് ഇസ് ദ മീനിങ്? ഹാബിറ്റ്. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ കിടക്കണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഇനി കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ഹാബിറ്റ് എന്നാണ്. HABIT, സ്വഭാവം. ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞ എന്താ? സ്വഭാവം. ഹാബിറ്റ് എന്ന് പറഞ്ഞ വേർഡ് അല്ലെ, അതാണ് മീനിങ്. കസ്റ്റം എന്ന് പറഞ്ഞതിന്റെ വേർഡിന്റെ മീനിങ് ഹാബിറ്റ്. രണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മിക്കവാറും കാണാറുണ്ട് ഏതെങ്കിലും ഒരെണ്ണം. Habit. A customer is someone who frequently consists a particular shop. അല്ലെ, എന്താ കസ്റ്റമർ എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മള് എന്താ പറയാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നവരാണ് അല്ലെ. പതിവായി പോകുന്ന ആളുകളാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഷോപ്പില് പതിവായി പോകുന്ന ആളുകളാണ്. നിങ്ങളും ചിലപ്പോ ബ്യൂട്ടി പാർലറിലൊക്കെ പതിവായി പോകാറുണ്ട്. അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്ന് പറയാറില്ലേ? നമ്മുടെ സ്വന്തം കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയും അല്ലേ? അല്ലെ, ബ്യൂട്ടി പാർലറിലൊക്കെ പോവാറില്ലേ? എപ്പോഴും ആഴ്ചയില് 2 പ്രാവശ്യം, ആഴ്ചയില് 2 ദിവസവും ഒക്കെ പോകും. അപ്പൊ സ്ഥിരം കസ്റ്റമറാണ് നിങ്ങൾ അവിടത്തെ അല്ലെ, അല്ലെങ്കിൽ ആ ഷോപ്പില്. അതാണ് ഒരു ഷോപ്പില് പതിവായി പോകുന്ന ആളുകള്, അവരെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഈ someone who frequently consists a particular shop. ഒരു പർട്ടിക്കുലർ ഷോപ്പില് പതിവായി പോകുന്നവര്. And make it a habit to purchase goods from there. നമുക്ക് എന്തിനുള്ള സ്വഭാവമുണ്ട്? അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സ്വഭാവമുണ്ട് അല്ലേ? And make it habit. എന്തിനുള്ള സ്വഭാവമുണ്ട്? പർച്ചേസ് ഗുഡ്സ് ഫ്രം ദെയർ. അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സ്വഭാവമുണ്ട്. നിങ്ങൾ പച്ചക്കറി വാങ്ങുന്ന സ്ഥിരം കടയുണ്ടാവും, പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന സ്ഥിരം കടയുണ്ടാവും, ഡ്രസ്സുകൾ വാങ്ങുന്ന സ്ഥിരം കടയുണ്ടാവും. നിങ്ങൾ അവിടുത്തെ എന്താണ്? കസ്റ്റമർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ പതിവായിട്ട് നമ്മൾ അവിടെ പോകുന്നതാണ്. അവിടെ നിന്ന് പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സ്വഭാവം നമുക്കുണ്ട്. And with whom the shopkeeper had a maintain a relationship to keep his or her custom. അപ്പൊ ആ ഷോപ്പ് കീപ്പർ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? നമ്മളോട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ അല്ലേ? അവരുടെ കസ്റ്റം അതേ കസ്റ്റമറിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഞാനൊരു പുതിയ ഷോപ്പ് ഇട്ടു കേട്ടോ. നിങ്ങളെയൊക്കെ ഞാൻ ഷോപ്പിലേക്ക് വിളിക്കാണ്. അപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പൊ ഞാൻ അനു വരടാ അനു എന്ന് പറഞ്ഞാൽ അനുവിനോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ എന്താ? അനു പറയും നല്ലതാണ്. അവിടെ ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് ഒരു നല്ല പരിഗണന കൊടുക്കേണ്ട നല്ല ഫ്രണ്ട്സ് ആകുന്ന ആളെയും അനു എന്റെ ഷോപ്പിൽ തന്നെ വരുള്ളൂ. അവിടെ ഒരു വേറെ 10 ഷോപ്പ് ഉണ്ടാക്കിയാലും ഇല്ല. അതാ നമ്മൾ ചെല്ലുമ്പോ നമ്മളോട് ഒരു സംസാരമില്ല, ഒന്നുമില്ല, നമ്മളെ മൈൻഡ് ചെയ്യാത്തവര് അങ്ങനെയാകുമ്പോ പോവോ? നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ. നമ്മൾ എന്നും പോകുന്നത് പതിവായി പോകുന്ന ഷോപ്പില്. അപ്പൊ ഷോപ്പ് കീപ്പർ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹായ് അവിടെ ഒന്ന് വിളിച്ചു പറയും, ഹലോ ഷീബ
അല്ലെങ്കിൽ അതെ മരിയ വാ കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും അല്ലെ. നമ്മൾ പെട്ടെന്ന് പേരെടുത്തൊക്കെ നമ്മൾ വിളിക്കാം. അപ്പൊ നമുക്കൊരു വലിയൊരു വിലയാ, നമുക്കൊരു വലിയൊരു ഇതാണ്. നമ്മൾ എന്തെങ്കിലും നമ്മൾ അവിടെ തന്നെ അങ്ങനെ നിങ്ങളോട് അത്രയും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നു, നമ്മളോട് നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. വിച്ച് മീൻസ് എന്താ, അതൊരു ട്രിക്കാണ്, ബിസിനസ് ട്രിക്കാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ഫ്യൂച്ചർ. എന്താ എക്സ്പെക്റ്റഡ് പർച്ചേസ്, ഇനി വീണ്ടും അല്ലെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ. നമ്മളോട് നല്ല റിലേഷൻഷിപ്പ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ നാളെയും ആ കടയിൽ തന്നെ പോകും, പിന്നെയും നമ്മൾ അവിടെ തന്നെ പോകും. അപ്പൊ ആ ഷോപ്പ് കീപ്പറിന്റെ ശരിക്കും ഒരു ട്രിക്കാണ്. അവർക്ക് എന്താ പറയാ, ആ ഒരു പതിവായിട്ട് അവിടെ നിന്ന് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയില് നാളെയും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം അല്ലേ. എന്നാലേ അങ്ങനെ ആളുകൾ കൂടുതൽ കസ്റ്റമേഴ്സ് വന്നാലേ അവർക്കിടെ കച്ചവടം ശരിയാവുള്ളൂ അല്ലെ, അവര് സക്സസിലേക്ക് എത്തുള്ളൂ, ആ ഒരു ഇത് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ ഭാവിയിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യും ഷോപ്പ് കീപ്പർ, നമ്മളോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. നാളെയും വരാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ ഒരു പ്രാവശ്യം ചേരുന്നു, ഒന്നും മിണ്ടല്ല നമ്മളോട്, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പോകൂല. സ്വാഭാവികം, മനുഷ്യരാണ് അല്ലെ. നമ്മൾ മൈൻഡ് ചെയ്യാത്തോടത്ത് നമ്മൾ പിന്നെ പോകൂല. പക്ഷെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ആ കടയിലേക്ക് തന്നെ പോകാൻ തോന്നും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന അവിടെ, ഷോപ്പ് കീപ്പർ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാ, ഭാവിയിലും നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കാം. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ, അടുത്ത നോക്കിയേ, കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആൻഡ്. ഇനി കസ്റ്റമറിന്റെ നീഡ്സ് എന്താണ്? കസ്റ്റമർ നീഡ് എന്ന് പറയുന്നത് എന്താണ്? നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യം അല്ലെ. May be defined as a goods or services a customer need to achieve a specific goal. എന്താ, ഒരു പ്രത്യേക ലക്ഷ്യം. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ, ലക്ഷ്യം. GOALS, ഗോൾസ് എന്ന് പറഞ്ഞ ലക്ഷ്യം. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്ന നിറവേറ്റുന്ന ഗുഡ്സോ സർവീസുകളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഷോപ്പിൽ ഒരു സാരി വാങ്ങണം, ഇന്ന റെഡ് കളറിലെ സാരി വാങ്ങണം, അത് പിങ്ക് കളറിലെ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാ, അതാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യമാണ് അല്ലെ. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സോ സർവീസുകളെയോ ആണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്, കസ്റ്റമർ നീഡ്സ്. Okay, then different needs are of varying important to the customer. കസ്റ്റമറിന്റെ അനുസരിച്ച് എന്താ അതിന്റെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെടാം അല്ലേ. വ്യത്യാസപ്പെടും. ഇപ്പൊ എന്റെ ആവശ്യങ്ങൾ പോലെ ആവൂല വേറെ ആക്കട കാര്യങ്ങള്. അത് പറഞ്ഞേക്കുന്നത് ഡിഫറെന്റ് നീഡ്സ്, ആവശ്യങ്ങൾ പലതായിരിക്കും. ആ വെരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ, കസ്റ്റമറിന്റെ പ്രാധാന്യം അനുസരിച്ച് നീഡ്സ് വ്യത്യാസമായിരിക്കും. അടുത്ത പോയിന്റ് നോക്കിയേ, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. കസ്റ്റമർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ പ്രതീക്ഷകൾ. എഴുതി വെച്ചോട്ടോ, എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകള്. ഇൻഫ്ലുവൻസ്ഡ് ബൈ, എന്തിനേക്കാ സ്വാധീനിക്കുന്നത്, കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന എന്താ, കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരിക മൂല്യങ്ങൾ. കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരിക മൂല്യങ്ങൾ. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, പരസ്യങ്ങള്. മാർക്കറ്റിംഗ് വിപണികള്. ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസ്. ആരൊക്കെ തമ്മില്, ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സ്, സപ്ലയറും മറ്റുള്ള സോഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്, കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. എന്തിനേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ, കൾച്ചറൽ വാല്യൂ, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ. ആരൊക്കെ തമ്മിലുള്ള, ബോത്ത് വിത്ത് ദ സപ്ലയറും അതർ സോഴ്സുകളും അല്ലെ, മറ്റുള്ള സോഴ്സുകളും ഉറവിടങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസും ഒക്കെ കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്നു. എല്ലാരും അണ്ടർലൈൻ ചെയ്തോട്ടെ. അത്
Customer expectations are influenced by cultural value, advertising, marketing, and other communication. Okay. Then next ആണ് customer service എന്ന് പറയുന്നത്. എന്താണ് customer service? Customer service. ഇത്രയും കാര്യങ്ങൾ 3 പോയിന്റ് എന്നിട്ട് 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ എന്നുള്ളത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? 4 പോയിന്റ്സും ക്ലിയർ അല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ? ഓക്കെ ആണല്ലേ? ഇന്ന് തന്നെ വായിക്കണം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എല്ലാവരും ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നല്ല കൂളായിട്ട് എക്സാം എഴുതാം നമുക്ക്. ഞാൻ ഷുവർ പറയാണ്, എന്റെ കുട്ടികളോട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ക്ലാസ്സിൽ കയറുമ്പോ. അതുകൊണ്ട് തന്നെ അവരുടെ എക്സാം വരുമ്പോ മിസ് നല്ല ഈസി ആയിരുന്നു കേട്ടോ, മിസ്സിന്റെ ഇതൊക്കെ നല്ല എളുപ്പമായിരുന്നു. എന്താ, നിങ്ങൾ തന്നെ വർക്ക് ചെയ്തിട്ട് ഇന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ടെക്സ്റ്റ് ഇപ്പൊ അനിത വിഷമിക്കണ്ട കേട്ടോ, ടെക്സ്റ്റ് ഇപ്പൊ ഉടനെ തന്നെ കിട്ടും, അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ വായിക്കുകയാണെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് 10 പ്രാവശ്യം വായിക്കുന്നതിന് പകരമാണ് അല്ലെ. ഇന്നിപ്പോ വായിച്ചില്ലെങ്കിൽ അന്ന് 10 പ്രാവശ്യം വായിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ അന്ന് കൂളായിട്ട് എഴുതാം. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ വായിക്കണം. അടുത്ത് നോക്കിയേ, കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. അണ്ടർലൈൻ ചെയ്തിട്ട്, കസ്റ്റമർ സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ക്ലയന്റ്, CLIENT, ക്ലയന്റ് സർവീസ്. ടെക്സ്റ്റ് ഇല്ലാത്തവര് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ക്ലയന്റ് എന്നുള്ള വേർഡ്, ക്ലയന്റ് സർവീസ് is the provisional service to customers before, during and after purchase. ഓക്കെ, എന്താ, ഇറ്റ് ഈസ് എ പ്രൊവിഷൻ. ഇതൊരു വ്യവസ്ഥയാണ്. എന്താണ്, നമ്മൾ വാങ്ങുന്നതിന് മുന്നും, എന്തെങ്കിലും സാധനങ്ങള് വാങ്ങുന്നതിന് മുന്നും അതിനുശേഷവും വാങ്ങുന്ന സമയത്തും ഒക്കെ ഒരു കസ്റ്റമേഴ്സ് നൽകുന്ന ഒരു സേവനം ആണ് കസ്റ്റമർ സർവീസ്. എന്താ പറഞ്ഞേക്കുന്ന കസ്റ്റമർ സർവീസ് എന്താ? ഇറ്റ്സ് എ പ്രൊവിഷണൽ സർവീസ്. കസ്റ്റമർ നൽകുന്ന ഒരു സേവനമാണ്. എപ്പോഴാ? ടു കസ്റ്റമേഴ്സ് ബിഫോർ, മുമ്പ്, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. പർച്ചേസിന് മുമ്പ്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, പർച്ചേസിന് ശേഷവും കസ്റ്റമർ നൽകുന്ന സേവനമാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കസ്റ്റമറിന് നൽകുന്ന സേവനം, കസ്റ്റമറിന് നൽകുന്ന സേവനം ട്ടോ. കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് കിട്ടാറില്ല? എന്തെങ്കിലും ഒരു ഇതൊക്കെ മേടിച്ചു, അതിനുശേഷം നമുക്ക് സർവീസ് കിട്ടാറില്ലേ? അല്ലെ, പുതിയ വണ്ടി മേടിച്ചോ, ഒരു 2 വീലർ മേടിച്ചോ, കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടാറുണ്ട്. ഇത്ര ഇതിലേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രീ സർവീസ് ആണ് അല്ലെ. അപ്പൊ അതാണ്, അതായത് ഈ നമ്മുടെ പർച്ചേസിന് മുന്നും, പർച്ചേസ് സമയത്തും, പർച്ചേസിന് ശേഷവും ഈ കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനമാണ് കസ്റ്റമർ സർവീസ്. അക്കോർഡിംഗ് ടു ടർബാൻ ആക്ടിലാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് കിട്ടിയോരും ഒന്ന് നോക്കി. ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീനിൽ അത് തെറ്റാണ്. ടർബാൻ ആക്ടിലാണ്, ഒരു ആക്ട് ആണത്. ACT ആക്കാം കേട്ടോ. ടർബാൻ ആക്ട്. അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട് 2002 ഒരു ആക്ട് ആണ് കേട്ടോ. നോക്കിയേ, കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്? അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട് 2002 അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം, ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്? ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലെ. കസ്റ്റമറിന്റെ സംതൃപ്തിയുടെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസ് ആണ് കസ്റ്റമർ സർവീസ്. അണ്ടർലൈൻ ചെയ്തോ? അത് ഡാഷ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്? നമുക്കൊരു സംതൃപ്തി അല്ലെ, നമുക്കതൊരു നല്ലൊരു ഇതല്ലേ സർവീസ് നമുക്ക് കിട്ടുക എന്ന് പറയും കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമറിന്റെ സംതൃപ്തിയുടെ ലെവല് മെച്ചപ്പെടുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള, രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ദാറ്റ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഹാസ് വിത്ത് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അതെന്താ പറയുന്നത്? പ്രൊഡക്റ്റോ എന്ത് ഫീലിംഗാ നമുക്ക് ഉണ്ടാക്കുന്നത്?
എന്താണ് കസ്റ്റമറിന്റെ ഫീലിങ്സ് അല്ലെ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അല്ലെ, കസ്റ്റമറിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നു. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദ ഫീലിംഗ് ദാറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഹാസ് മെറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങള് അല്ലെ, പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നു. ആ ഒരു ഫീലിംഗ്, അതാണ് കസ്റ്റമർ സർവീസ്. The customer service can be given by, ഇനി ആർക്കൊക്കെ നൽകാം നോക്കിയ കസ്റ്റമർ സർവീസ്? Can be given by salesman നൽകാം. ബിസിനസ് ആണെങ്കിൽ അവിടെ കസ്റ്റമർ സർവീസ് ആർക്കാ നൽകുന്നേ? ആരാ നൽകുന്നേ? സെയിൽസ്മാൻ. ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് നൽകാം. ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് കസ്റ്റമർ സർവീസ് നൽകാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടാ. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. സെയിൽസ്മാനോ, ബിസിനസ് ആണെങ്കിൽ അവിടെ സെയിൽസ്മാനോ, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിനോ ഒക്കെ ഈ കസ്റ്റമർ സർവീസ് നൽകാൻ കഴിയും. ഓട്ടോമാറ്റഡ് ഇന്റേണൽ സർവീസ്, അതുകൂടാതെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സർവീസുകള്, ഇന്റർനെറ്റ് സർവീസുകള് ഇപ്പൊ നമുക്ക് ഒത്തിരി ഓൺലൈൻ ആയിട്ടൊക്കെ നമുക്ക് സർവീസുകൾ കിട്ടുന്നില്ലേ അല്ലെ? ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസിലും നമുക്ക് കസ്റ്റമർ സർവീസ് നൽകാൻ പറ്റും. അപ്പൊ ആർക്കൊക്കെയാ? സെയിൽസ്മാന്, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന്, ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഒക്കെ നമുക്ക് കസ്റ്റമർ സർവീസ് നൽകാൻ കഴിയും. ബിസിനസ് ആണെങ്കിൽ കസ്റ്റമർ സർവീസ് ആരെ നൽകുന്നേ? സെയിൽസ്മാന് നൽകാം. ഹോസ്പിറ്റൽ ആണെങ്കിൽ കസ്റ്റമർ സർവീസ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് നൽകാം അല്ലെ? ഇനി നമുക്ക് എന്താണ്, ഇപ്പോ ഓട്ടോമാറ്റഡ് ആയിട്ട് ഇന്റർനെറ്റ് വഴിയും കസ്റ്റമർ സർവീസ് നൽകാം. ക്ലിയർ അല്ലേ? ആണോ? അവിടെ ഇല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തമ്പിടണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഓർക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോയോന്ന്. ബോറടിക്കണ്ടോ? ക്ലാസ് ബോറടിക്കണ്ടോ? 1 മണിക്കൂർ ഇനി ഒന്ന് നമുക്ക് ആ ക്ലാസ് ഇതാണല്ലേ, നമുക്കൊന്ന് ക്ലാസ്സിൽ ഇരുന്ന് 1 മണിക്കൂർ ഒന്ന് ഇത്രയും നാൾ കോടിപ്പാഞ്ഞൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഈ സമയത്തൊക്കെ അടുക്കളയിൽ കുക്കിങ്ങോ അലക്കലോ വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരുന്നു അല്ലെ? ഇപ്പൊ എന്ന് പറഞ്ഞാ ഇപ്പൊ പറഞ്ഞതാണ് ഏതാണ്? കസ്റ്റമർ സർവീസ് ആണോ? പറയാട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഈ പിള്ളേരെ ഇരുത്തറുകളെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ അത് ആദ്യത്തെ 1-2 ക്ലാസ് ഉള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് ഇതായിക്കോളും. ഇപ്പൊ അവിടെ ഇരിക്കാനും ഇരിപ്പുറക്കില്ലാതെ ചിലരൊക്കെ ഇതിന്റെ ഇടയിൽ വേറെ പണിക്കൊക്കെ പോകുന്നവരുണ്ടാവും. എന്നാലും നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ജോയിൻ ചെയ്തല്ലേ അല്ലെ? ഇത്രയും കാശ് ഒടുക്കി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന സമയം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ക്ലാസ്സിൽ കേട്ട് മാത്രം എക്സാം എഴുതി നല്ല ഫുൾ മാർക്ക് മേടിച്ച കുട്ടികളുണ്ട്. അവർ പ്രത്യേകം പറയുണ്ടായി, മിസ്സിന്റെ ക്ലാസ് മാത്രം കണ്ടിട്ടാട്ടോ ഞാൻ എക്സാം എഴുതിയത്. വേറെ എനിക്ക് വീട്ടിൽ ഇന്ന് പഠിക്കാനൊന്നും നേരമില്ല, പിള്ളേരെ പഠിപ്പിക്കാൻ മാത്രമേ എനിക്ക് നേരമുള്ളൂ. അതുകൊണ്ട് ക്ലാസ് മാത്രം കണ്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷെ നല്ല മാർക്ക് ആ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയല്ല കേട്ടോ, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രയും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. എന്തായാലും ഇരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനം ആകും. എന്തായാലും നമ്മള് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്ന വരേക്കും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യുക. എല്ലാവരും വായിക്കണം കേട്ടോ. അത് വീണ്ടും ഞാൻ പറയുകയാണ്, ഇനി എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യില്ല. ഇന്ന് തന്നെ വായിക്കണം. എന്ന് ക്ലാസ് ഉണ്ടെങ്കിലും അന്ന് തന്നെ വായിച്ചു വയ്ക്കുക എല്ലാവരും കൂടെ. അപ്പൊ നമ്മൾ ഈ കസ്റ്റമർ സർവീസ് ആർക്കൊക്കെ നൽകാന്നാ പറഞ്ഞേ? സെയിൽസ്മാന് നൽകാം. ബിസിനസ് ആണെങ്കിൽ അവിടെ കസ്റ്റമർ സർവീസ് സെയിൽസ്മാന് നൽകാം. ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് നൽകാം. ഇനി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് വഴി കസ്റ്റമർ സർവീസ് നൽകാം. Then the medical receptionist is often the first person whom patient has with a medical facility. Underline the sentence. The medical receptionist is often the first person, ആദ്യത്തെ വ്യക്തിയാണെന്ന്, with whom the patient has with the medical facility. മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവര് എന്താ പറയാ, അവര് കോണ്ടാക്ട് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash is often the first person with whom the patient has with the medical facility.
ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അപ്പൊ പേഷ്യന്റ് ആദ്യം കോൺടാക്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് വരുമ്പോഴോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴോ പേഷ്യന്റ് ആദ്യം കോൺടാക്ട് ചെയ്യുന്നതാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഗിവിംഗ് പേഷ്യന്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്യാൻ ഗോ എ ലോങ് വേ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദർ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ഫെസിലിറ്റി. എന്താണ്? ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളെ മാത്രം നോക്കിയാൽ മതിയോ? എല്ലാവരെയും അല്ലെ? ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ഓരോരുത്തർക്കും വരുന്ന ഓരോ പേഷ്യന്റിനും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ? അല്ലാതെ കുറച്ചുപേരെ ശ്രദ്ധിച്ചു കുറച്ചുപേരെ ശ്രദ്ധിക്കാതെ അങ്ങനെയില്ല. എല്ലാവരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ക്യാൻ ഗോ എ ലോങ് വേ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ഫെസിലിറ്റി. കണ്ടോ? ഓരോ വ്യക്തിയെയും നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അതിലൂടെ നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ സ്ഥാപിക്കാൻ പറ്റും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഒരു ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും അവര് ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. പേഷ്യൻസിന് ഇൻഡിവിജ്വൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് അല്ലെ? അത് പരിഗണിച്ചുകൊണ്ട് തന്നെ അതിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. CRM ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 3 or 4 ചോദിക്കും. എക്സ്പാൻഡഡ് ഫോം ട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 or 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അത്. 2 or 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സ്പാൻഡഡ് അല്ലെങ്കിൽ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഓരോന്നും അന്ന് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് CRM എന്ന് പറയുന്നത്. ഓക്കെ, CRM എന്ന് പറയുന്നത്. CRM എന്താ? CRM സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതാണ് CRM എന്ന് പറയുന്നത്. എക്സ്പാൻഡ് CRM ക്വസ്റ്റ്യൻ കിട്ടിയോ? അവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എക്സ്പാൻഡ് CRM അല്ലെങ്കിൽ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CRM. എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അതാണ് CRM എന്ന് പറയുന്നത്. CRM നോക്കാട്ടോ. ആഫ്റ്റർ നെയിം ഇൻഡിക്കേറ്റ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താ? CRM സോഫ്റ്റ്വെയർ. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഇസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു സംവിധാനമാണ് CRM എന്ന് പറയുന്നത്. അടുത്ത ഇതിനകത്ത് നമുക്ക് CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ഒക്കെ ഒരു ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത പേജിൽ നമുക്ക് കണ്ടോ CRM സോഫ്റ്റ്വെയർ സാമ്പിൾ ആണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കാം. എക്സ്പാൻഡഡ് ഫോം മനസ്സിലാക്കുക. CRM എന്ന് പറഞ്ഞ എന്താണ്? CRM എന്താണ്? എക്സ്പാൻഡഡ് ഫോം നമ്മൾ പറഞ്ഞത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എന്താണ് അത്? പേരില് നോക്കിയേ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ്? കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യല്ലേ അല്ലേ? As the name indicate, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ the CRM software is a system for managing relationship with the customers. കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ കണ്ടില്ലേ ഇൻട്രൊഡക്ഷൻ ക്ലാസ്? അത് ഞാൻ ആദ്യം ചോദിച്ചത്. ആദ്യം പറഞ്ഞില്ലേ എല്ലാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക്. എല്ലാ ക്വസ്റ്റ്യനും ഒബ്ജക്റ്റീവ് ആയിരിക്കും. 4 ഓപ്ഷനും ഉണ്ടാവും. അതിൽ ഒരെണ്ണം നമ്മൾ പറയുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഓരോ സെക്ഷനും എടുക്കുമ്പോൾ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അടുത്ത ടോപ്പിക്കിട്ട് പോകുന്നത്. പിന്നെ ക്ലാസ് മുഴുവനും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ഒന്നുകൂടി പറയുമ്പോൾ എന്തായാലും നമുക്ക് ആ ലിമിറ്റഡ് ടൈം ഉള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂറിൽ ഞാൻ ഒരു പേജ് 2 പേജ് എടുത്തിട്ടില്ല. നമുക്കൊരു 2 പേജെങ്കിലും വെച്ച് 2-2.25 പേജ് വെച്ച് 2.5 പേജൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഒരു ക്ലാസ്സിൽ കവർ ചെയ്താലാണ് നിങ്ങൾക്ക് പർട്ടിക്കുലർ നിങ്ങൾക്ക് പറഞ്ഞ ആ ടൈം കൊണ്ട് നമുക്ക് ക്ലാസ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഫുള്ള് പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മനസ്സിലാവാതെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. അപ്പൊ നിങ്ങൾ അതൊന്നുകൂടി കേൾക്കാം കേട്ടോ.
ഇപ്പൊ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഓരോ അല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ ഇവന് മാത്രമേ ഞാനിവിടെ വീഡിയോ ഓൺ ആക്കി കണ്ടോളൂ. അതുകൊണ്ടാണ് കേട്ടോ നേരെ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നില്ലേ ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ എന്ന്. ഓക്കെ ആണെങ്കിലാണ് ഞാൻ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്നും കൂടി അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെക്കോർഡ് ക്ലാസ് കാണുക കേട്ടോ. ഇനി നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫുൾ ആദ്യം തുടങ്ങി ഒന്ന് പറയാന്ന് പറഞ്ഞ് നമുക്ക് ആകെ 1 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഒരു 2.5 പേജോളം കവർ ചെയ്യണം. ഞാൻ ഇന്നിപ്പോ ആദ്യത്തെ ക്ലാസ് ആണ്, ഒരു 1.5 പേജോളാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇന്ന് എടുത്തത് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ ഇതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. CRM എന്താണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എന്താ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ്, കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് CRM സോഫ്റ്റ്വെയർ. അതുകൂടി അണ്ടർലൈൻ ചെയ്തോ. CRM സോഫ്റ്റ്വെയർ is a system for managing relationship with the customers. Dash is a software. അങ്ങനെ ചോദിക്കാം, അങ്ങനെ അവിടെ ചോദിക്കും ക്വസ്റ്റ്യൻ. Dash is software is a system for managing relationship with the customers. എന്തെഴുതുക ആൻസർ? CRM സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഇങ്ങനെയൊക്കെ എടുത്താൽ മതിയോ? ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ? ക്ലിയർ ആവായികയോ എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റായികയോ ഒന്നും ഉണ്ടോ? ഇനിയിപ്പോ എത്ര പറയാ, നമുക്ക് 1 മണിക്കൂറായി. ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറണം. അതുകൊണ്ട് എനിക്ക് ഇനി കൂടുതൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്റെ അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ അവിടെ വെയിറ്റിംഗ് ആണ്. 1 മണിക്കൂറേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിലും നിങ്ങളൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പറയണം കേട്ടോ. ഓക്കെ, ഇത്ര എല്ലാവരും വായിച്ചു വെക്കൂലേ? അതൊന്ന് തമ്പടിച്ചേ നോക്കട്ടെ. ക്ലിയർ ആണെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ എനിക്ക് ചോദിക്കാം, എന്റെ ഒരു സമാധാനത്തിന് ചോദിക്കുകയാണ്. എല്ലാവരും ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.